ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മലാക്ക കടലിടുക്ക് ഭാഗത്തും കന്യാകുമാരി കടൽ ഭാഗത്തുമുള്ള സിസ്റ്റങ്ങളുടെ പുരോഗതിയിൽ കാര്യമായ മാറ്റം വരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. മലാക്ക കടലിടുക്ക് ഭാഗത്ത് രൂപം കൊണ്ട സിസ്റ്റം നിലവിൽ തീവ്രന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ സിസ്റ്റം കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഉൾപ്പെടെ കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിച്ചിരുന്നത്. ഇത് ഇന്ത്യയിൽ കര കയറാനുള്ള സാധ്യതയും കണ്ടിരുന്നു. എന്നാൽ സിസ്റ്റം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യത ഇല്ലാതായെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റ് സാധ്യത നീങ്ങിയതോടെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം പിൻവലിച്ചു. അതേസമയം നേരത്തെ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കന്യാകുമാരി കടൽ ഭാഗത്തുള്ള സിസ്റ്റം തീവ്രന്യൂനമർദ്ദം ആയേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. സിസ്റ്റം നിലവിൽ ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്രന്യൂനമർദ്ദമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ശേഷം തമിഴ്നാട് ഭാഗത്ത് കരകയറിയേക്കും. കേരളത്തിൽ അടുത്ത ഏതാനും ദിവസം മഴ ദുർബലമാവുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ടെങ്കിലും ഉള്ളത്. നിലവിൽ നാളെ 3 ജില്ലയിൽ അലർട്ടുണ്ട്. മറ്റന്നാൾ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.